കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടാൻ പോകുകയാണ്. അണിയറയിൽ ഒരുങ്ങുന്നത് വൻ അട്ടിമറി നീക്കങ്ങളാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം EVM മെഷീനുകളുടെ അറ്റകുറ്റപ്പണികളും പ്രാഥമിക പരിശോധനകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ഒരു നടപടിക്രമം എന്നതിലുപരി രാഷ്ട്രീയ കേരളം ഇതിനെ നോക്കിക്കാണുന്നത് ശ്വാസമടക്കി പിടിച്ചാണ്. എന്തുകൊണ്ട്? കാരണം കൃത്യം 3-ാം മാസം കേരള രാഷ്ട്രീയത്തിൽ ഒരു വൻ ഭൂകമ്പം BJP ലക്ഷ്യമിടുന്നു. 36 A ക്ലാസ് മണ്ഡലങ്ങളിൽ BJP നടത്തുന്ന അതീവ രഹസ്യമായ നീക്കങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 10 സീറ്റുകൾ വെറും സ്വപ്നമല്ല, അത് ഉറപ്പിക്കാനുള്ള കൃത്യമായ കണക്കുകളുമായിട്ടാണ് ഇത്തവണ കാവിപ്പട വരുന്നത്. ജനുവരി 3 മുതൽ BJP തങ്ങളുടെ പടയൊരുക്കം തുടങ്ങുകയാണ്. വെറും പ്രസംഗങ്ങൾ മാത്രമല്ല, ഇത്തവണ കളി മാറും. മണ്ഡലത്തിലെ 30,000 വോട്ടുകൾക്ക് മുകളിലുള്ളവ എന്നും 40,000 വോട്ടുകൾക്ക് മുകളിലുള്ളവ എന്നും രണ്ടായി തിരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് V മുരളീധരനും എത്തുന്നതോടെ തിരുവനന്തപുരം ഒരു യുദ്ധക്കളമായി മാറും. വട്ടിയൂർക്കാവിൽ മുൻ DGP R ശ്രീലേഖയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് ഇടതുവലത് മുന്നണികളെ ഒരുപോലെ വിറപ്പിക്കുന്നുണ്ട്. കേരളം ഇതുവരെ കാണാത്ത ഹെവി വെയിറ്റ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. എന്താണ് ഈ അട്ടിമറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നല്ലേ? BJPയുടെ തന്ത്രം വ്യക്തവും കൃത്യവുമാണ്. കേരളത്തിലെ ഇതുവരെ അകന്നു നിന്ന വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുക. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ BJP ഉണ്ടാക്കിയ സ്വാധീനം വോട്ടായി മാറുമെന്ന് കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പാലായിൽ ഷോൺ ജോർജിനെ പോലെയുള്ളവരെ രംഗത്തിറക്കി രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്. വെറും 10 സീറ്റല്ല, ഈ 10 സീറ്റുകൾ ജയിച്ചാൽ അത് കേരളത്തിന്റെ നിയമസഭയുടെ ഘടന തന്നെ മാറ്റും. പിണറായി വിജയനും VD സതീശനും ഒരുപോലെ ഭയപ്പെടുന്ന ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ EVM ഒരുക്കങ്ങൾക്കൊപ്പം BJP കേഡർമാരും സജ്ജമായി കഴിഞ്ഞു. 36 A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും വിജയസാധ്യതയുള്ള 10 ഇടങ്ങൾ BJP ഇതിനോടകം തന്നെ സീൽ ചെയ്ത് കഴിഞ്ഞു. അവിടെ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിച്ച വോട്ടർമാരെ നേരിൽ കണ്ട കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിച്ച ഒരു നിശബ്ദ വിപ്ലവമാണ് ലക്ഷ്യം. EVM മെഷീനുകളുടെ പരിശോധന പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. അതിനു മുൻപേ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് പ്ലാൻ. 2031 ഭരണം ലക്ഷ്യം വെച്ചുള്ള ഈ പോരാട്ടം 2026 ചരിത്ര വിജയമായി മാറുമോ എന്നതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. കേരളം ഇനി ആർക്കൊപ്പം? വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയത്തിനോ അതോ നിലവിലുള്ള മുന്നണികൾക്കോ? EVM അറ്റകുറ്റപ്പണി തുടങ്ങുമ്പോൾ അത് വെറും ഒരു സാങ്കേതിക വിദ്യയല്ല, മറിച്ച് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക.